പോലീസ് എത്തിയപ്പോൾ ഹോട്ടലിന്റെ 3-ാം നിലയിൽ നിന്ന് ജനൽ വഴി ചാടി നടൻ ഷൈൻ ടോം ചാക്കോ 2-ാം നിലയിലെ ഷീറ്റ് തകർന്ന് സ്വിമ്മിംഗ് പൂളിൽ വീണു. നീന്തിക്കയറി പുറത്തെത്തിയ നടൻ ഇരുചക്രവാഹനത്തിൽ രക്ഷപ്പെട്ടു. ഡാൻസ് ഓഫ് സംഘം എത്തിയത് ലഹരി ഉപയോഗിക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന്. ലഹരി ഉപയോഗിച്ച് സിനിമാ സെറ്റിൽ നടി വിൻസി അലോഷ്യസിനോട് മോശമായി പെരുമാറിയത് നടൻ ഷൈൻ ടോം ചാക്കോ. സിനിമാ സംഘടനകൾക്ക് നടി പരാതി നൽകി. നടനെ അമ്മ പുറത്താക്കും. ശക്തമായ നടപടിക്ക് ഫിലിം ചേംബറും. ഷൈൻ ലഹരി ഉപയോഗിക്കുന്നത് സെറ്റിലെ പലരും കണ്ടിരുന്നുവെന്ന് വിൻസി. കുറെ സിനിമകൾ ഇനിയും ഉണ്ടാവും. പകുതിക്ക് വെച്ച് നിൽക്കുന്ന സിനിമകളും റിലീസിന് ഒരുങ്ങിയിട്ടുള്ള സിനിമകളും ഉണ്ടാവും. ആ സിനിമയെ ബാധിക്കരുതല്ലോ. ഈ ഒരാൾ കാരണം ആ സിനിമയെ ബാധിക്കുന്നത് ന്യായമല്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവരോട് ചെയ്യുന്ന ഒരു അനീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വഖഫ് ഭേദഗതിക്കെതിരായ ഹർജികളിൽ സുപ്രീം കോടതിയിൽ 2 മണിക്ക് വാദം തുടരും. കോടതി വിധികളിലൂടെ വഖഫ് ആയ സ്വത്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്യരുതെന്ന നിർദ്ദേശത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് നിർണായകം. ഇടക്കാല ഉത്തരവിന് സാധ്യത. ചീഫ് സെക്രട്ടറിയുടെ തെളിവെടുപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുത്തി എൻ പ്രശാന്ത് IAS. ഫയൽ പൂഴ്ത്തിവെച്ച് തടഞ്ഞ പ്രൊമോഷൻ ഉടൻ നൽകാൻ ആവശ്യപ്പെട്ടു. ജയതിലകനും ഗോപാലകൃഷ്ണനുമെതിരെ കേസെടുക്കണമെന്നും ആവശ്യം. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിക്കുന്നു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും കാൽ കഴുകൽ ശുശ്രൂഷയും. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന് നടി വിൻസി അലോഷ്യസ് പറഞ്ഞ നടൻ ഷൈൻ ടോം ചാക്കോ. നടനെതിരെ വിൻസി അലോഷ്യസ് ഫിലിം ചേംബറിനും ICCക്കും പരാതി നൽകിയിട്ടുണ്ട്. ലൈംഗിക ചുവയോടെ ഷൈൻ സംസാരിച്ചുവെന്നും സെറ്റിലെ ലഹരി ഉപയോഗം പലർക്കും അറിയാമായിരുന്നുവെന്നും പരാതിയിൽ വിൻസി അലോഷ്യസ് പറയുന്നുണ്ട്. ഷൈൻ ടോമിനെതിരായ പരാതിയിൽ പിന്നോട്ടില്ലെന്നും എന്നാൽ പോലീസിലോ എക്സൈസിലോ പരാതി നൽകാനില്ലെന്നും വിൻസി അലോഷ്യസ് ന്യൂസ് 18നോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് വിൻസി അലോഷ്യസ് ഒരു നടൻ മോശമായി പെരുമാറിയെന്നും സെറ്റിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നും വെളിപ്പെടുത്തിയത്. ആ നടൻ ആരാണെന്ന ചോദ്യം ഉയരുന്നതിനിടെയാണ് നടി ഷൈൻ ടോം ചാക്കോയാണ് ഈ നടൻ എന്നുള്ള കാര്യം പരാതിയായിട്ട് സിനിമാ സംഘടനകൾക്ക് നൽകിയത്. അങ്ങനെ ഷൈൻ ടോം ചാക്കോയാണ് ആ നടൻ എന്ന കാര്യം വെളിവാവുകയായിരുന്നു. മയക്കുമരുന്ന് പരിശോധനയ്ക്കെത്തിയ ഡാൻസ് ഓഫ് സംഘത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചാടി ഓടി രക്ഷപ്പെടുകയായിരുന്നു നടൻ ഷൈൻ ടോം ചാക്കോ. കൊച്ചിയിലെ PGS വേദാന്തയിൽ നടന്ന മിന്നൽ പരിശോധനയ്ക്കിടെയായിരുന്നു സിനിമയെ വെല്ലുന്ന സാഹസിക രംഗങ്ങൾ അരങ്ങേറിയത്. സമയം ഇന്നലെ രാത്രി 10:30. കൊച്ചിയിലെ ഹോട്ടലിൽ ലഹരി ഉപയോഗം നടക്കുന്നുവെന്ന വിവരം ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിക്കുന്നു. തൊട്ടുപിന്നാലെ ഡാൻസ് ഓഫ് സംഘം PGS വേദാന്ത ഹോട്ടലിലേക്ക്. ആ സമയം ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്നത് ഹോട്ടലിലെ 3-ാം നിലയിലെ 314 നമ്പർ മുറിയിൽ. ഡാൻസ് ഓഫ് സംഘം എത്തിയ വിവരം അറിഞ്ഞ ഷൈൻ രക്ഷപ്പെടാൻ നടത്തിയത് സിനിമയെ വെല്ലുന്ന സാഹസികതയാണ്. 3-ാം നിലയിലെ മുറിയുടെ ജനാല വഴി ആദ്യം പുറത്തേക്ക് ചാടി. വന്നു പതിച്ചത് 2-ാം നിലയിലെ ഷീറ്റിന് മുകളിൽ. ചാട്ടത്തിന്റെ ആഘാതത്തിൽ ഷീറ്റ് പൊട്ടി. അവിടെ നിന്ന് നേരെ 2-ാം നിലയിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി. നീന്തിക്കയറി സ്റ്റെയർ കേസ് വഴി ഹോട്ടലിന് പുറത്തേക്ക്. ഷൈൻ മാത്രമല്ല ആ സമയം 314 നമ്പർ മുറിയിലുണ്ടായിരുന്നത്. മറ്റ് 2 പേർ കൂടി ഒപ്പമുണ്ടായിരുന്നു. ജനൽ വഴി ഷൈൻ പുറത്തേക്ക് ചാടി ഓടിയതോടെ ഒരാൾ മുൻവാതിൽ വഴി കടന്നു കളഞ്ഞു. മുറിയിലുണ്ടായിരുന്ന 3-ാമനെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. മുറിയിൽ നടത്തിയ പരിശോധനയിൽ പക്ഷേ ഡാൻസ് ഓഫ് സംഘത്തിന് ലഹരി വസ്തുക്കൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ന്യൂസ് 18 കൊച്ചി. വിൻസി അലോഷ്യസ് പരാതി നൽകിയതിന് പിന്നാലെ ഷൈൻ ടോം ചാക്കോ ഒളിവിൽ പോയി. കൊച്ചിയിലെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഷൈനിന്റെ ഫോണും സ്വിച്ച്ഡ് ഓഫ് ആണ്. ഡാനി ഇപ്പോൾ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, എവിടെയാണ് ഷൈൻ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഇപ്പോൾ പോലീസിന് വന്നിട്ടില്ല എന്നാണോ?
ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് സിനിമാ സംഘടനകളും അറിയിച്ചിട്ടുണ്ട്. ഫിലിം ചേംബറും അതുപോലെ തന്നെ അമ്മയും നടനെതിരെ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേക സമിതിയെ വെച്ച് അന്വേഷിപ്പിക്കുവാനാണ് ഇപ്പോൾ അമ്മയുടെ തീരുമാനം. സംഘടനകൾക്ക് കഴിഞ്ഞ ദിവസമാണ് നടി വിൻസി അലോഷ്യസ് പരാതി നൽകിയതും ഷൈൻ ടോം ചാക്കോയുടെ പേര് അതിൽ പറഞ്ഞിരുന്നതും. അതിനാൽ തന്നെ നടപടി എടുക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. സിനിമാ സംഘടനകളും ആ വഴിക്കാണ് നീങ്ങുന്നത്. ഷൈൻ ടോം ചാക്കോ എവിടെയാണ് എന്ന കാര്യത്തിൽ ഇതുവരെ പോലീസിന് ഒരു വിവരവും കിട്ടിയിട്ടില്ല. അതേസമയം നടി ഇതുവരെ പോലീസിലോ എക്സൈസിലോ പരാതി നൽകിയിട്ടില്ല. ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിക്കാണ് നടി പരാതി നൽകിയിട്ടുള്ളത്. സിനിമാ സംഘടനകൾക്കും പരാതി നൽകിയിട്ടുണ്ട്. അതല്ലാതെ നിയമ നടപടിക്കില്ല എന്നാണ് നടി വിൻസി അലോഷ്യസ് പറഞ്ഞത്. ഈ നടൻ അഭിനയിക്കുന്ന പല സിനിമകളും ഇപ്പോൾ ഉണ്ട്. ആ സിനിമകൾക്ക് ദോഷം വരുത്തുന്ന ഒന്നും ചെയ്യില്ല എന്നാണ് നടി പറഞ്ഞത്. അതേസമയം സിനിമാ സംഘടനകൾക്ക് നൽകിയ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. സിനിമാ സെറ്റുകളിൽ നടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് നടി പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ മോശമായാണ് നടൻ പെരുമാറിയത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് സെറ്റിലെ പലർക്കും അറിയാമായിരുന്നു. അവരുടെ മുന്നിൽ വെച്ചാണ് നടൻ ലഹരി മരുന്നുകൾ ഉപയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യവും നടി പരാതിയിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നുള്ള കാര്യവും പരാതിയിൽ നടി വിൻസി അലോഷ്യസ് പറയുന്നുണ്ട്. ഡാനി ഇപ്പോൾ ചേരുകയാണ്. ഡാനി, നടൻ എവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും വിവരം പോലീസിന് കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ എന്താണ് പോലീസിന്റെ അടുത്ത നീക്കം? മഞ്ജുഷ, അയാൾക്ക് വേണ്ടിയുള്ള ഷൈൻ ടോം ചാക്കോയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ പരിശോധന നടത്തി. ഒപ്പം തന്നെ തൃശ്ശൂരിലെ വസതിയിലും പോലീസ് പ്രാഥമികമായ രീതിയിൽ അവിടെ അന്വേഷണങ്ങളെല്ലാം തന്നെ നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. ഈ ഹോട്ടലിന് പുറത്തേക്ക് ഇറങ്ങിയ ഷൈൻ ടോം ചാക്കോ അത് എങ്ങനെയാണ് പുറത്തേക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നത് സംബന്ധിച്ച് ഈ CCTV ദൃശ്യങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിച്ച് വരികയാണ്. ഇയാൾക്കൊപ്പം മറ്റ് സുഹൃത്തുക്കളുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും കാറിൽ കയറിയാണോ രക്ഷപ്പെട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കുന്നു. അതായത് പുറത്തും വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊരു സംശയമാണ് പോലീസിനെ ബലപ്പെടുത്തുന്നത്. എന്തായാലും ആ രീതിയിലുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ തുടരുകയാണ്. ഈ കേസ് വളരെ ഗൗരവതരമായിട്ട് തന്നെയാണ് പോലീസ് എടുക്കുന്നത്. പ്രത്യേകിച്ച് MP രാജേഷ് മന്ത്രി തന്നെ ഇതിനോട് പ്രതികരിക്കുകയും എല്ലാം തന്നെ ചെയ്തു. കാരണം വിൻസി അലോഷ്യസിൻ്റെ പരാതി എന്നതിനേക്കാളും അപ്പുറം ഇതൊരു ലഹരി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പരിശോധന നടന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള ഏതാനും ചിലർ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മറ്റൊരു പേരിൽ, ഈ ഹോട്ടൽ വേദാന്തയിൽ വേറൊരു പേരിലാണ് മുറി ബുക്ക് ചെയ്തിരുന്നെങ്കിൽ കൂടിയും പോലീസിൻ്റെ ഡാൻസ് സംഘത്തിന് അവിടേക്ക് എത്താൻ കഴിഞ്ഞത് ആ നിരീക്ഷണമുള്ളത് കൊണ്ട് തന്നെയാണ് അവിടേക്ക് കൃത്യമായിട്ട് വരാനായിട്ട് സാധിച്ചത്. പക്ഷേ ഈ പരിശോധനയ്ക്കായിട്ട് ഇവിടേക്ക് എത്തുന്ന സമയത്ത് തന്നെയാണ് ഇയാൾ വളരെ സാഹസികമായി ഇവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തത്. കൃത്യമായി പോലീസിനെ ഇയാൾ കുടുങ്ങി എന്നൊരു ബോധ്യത്തിൽ തന്നെയായിരുന്നു മുന്നോട്ട് നീങ്ങിയത്. പക്ഷേ അവിടെ നിന്നും അയാൾ ഹോട്ടലിൻ്റെ ജനാല വഴി ചാടി രക്ഷപ്പെടുന്നു. അത് അത്തരമൊരു നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും ഇയാളെ വൈകാതെ തന്നെ പോലീസിൻ്റെ മുന്നിലേക്ക് എത്തും എന്ന് തന്നെയാണ്, പോലീസിന് കണ്ടെത്താൻ തന്നെ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അപ്പോഴും ബാക്കി നിൽക്കുന്നത് ഈ ലഹരി കേസുകളിലെല്ലാം തന്നെ ലഹരി വസ്തുക്കളുമായി അറസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഗുരുതര സ്വഭാവത്തിലേക്ക് അടക്കം വരുന്നത്. എങ്കിലും വിൻസി അലോഷ്യസിൻ്റെ പരാതി അടക്കം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അത് താരസംഘടനയ്ക്ക് മറ്റുമാണ് നൽകിയതെങ്കിൽ കൂടിയും അത് അന്വേഷണ സംഘത്തിനടക്കം കൈമാറാനുള്ള മുഴുവൻ സാധ്യതയുമുണ്ട്. അതിൽ ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും അപമര്യാദയായി പെരുമാറിയെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും അടക്കമുള്ള വകുപ്പുകളടക്കം എല്ലാം തന്നെ വരും. അതുകൊണ്ട് തന്നെ കേസുകളുടെ സ്വഭാവം ഗുരുതരമാകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. എന്തായാലും സിനിമാ സെറ്റുകളിൽ താരങ്ങളുടെ ഈ ലഹരി ഉപയോഗം സംബന്ധിച്ച വളരെ കൃത്യമായ വിവരങ്ങളാണ് പുറത്തു വന്നത്. പരാതി അടക്കമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് കേസ് ഗുരുതര സ്വഭാവത്തിൽ തന്നെ മുന്നോട്ട് പോകും. വിവരങ്ങൾ നൽകിയത്. അതേസമയം നടി വിൻസി അലോഷ്യസിന് പിന്തുണയുമായി ചലച്ചിത്ര താരങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. സിനിമയിൽ വരുന്നതിന് മുൻപ് ആരാധിച്ചിരുന്ന പലരുടെയും മുഖം വികൃതമെന്ന് പിന്നീട് ബോധ്യപ്പെട്ടെന്നായിരുന്നു നടി ശ്രുതി രജനീകാന്തിന്റെ പ്രതികരണം. ഞാനും ഒരിക്കല് എല്ലാരെയും വളരെയധികം ആരാധിച്ചിരുന്ന ഒരാളായിരുന്നു. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, വെളിയിൽ കാണുന്നതല്ല ഉള്ളിലേക്ക് അടുത്തേക്ക് വരുമ്പോ എല്ലാവർക്കും അവരുടേതായ ഡിസ്ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ വെളിയിൽ കണ്ട് അത്രയും അഡ്മയർ ചെയ്യുന്ന ആളുകളായിരിക്കില്ല ചിലപ്പം അടുത്ത് വന്ന് ഇടപഴകുമ്പോൾ എന്ന് എപ്പോഴും ചിന്തിക്കുക. ഇവർക്ക് എന്തിനാ നമ്മള് റിട്ടേൺ പരാതി കൊടുക്കുന്നത്? ഈ പോസ്റ്റ് തന്നെ 2 ദിവസത്തിന് മുമ്പ് വിൻസി ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്ത് കാരണം കൊണ്ട് പോലീസ് അത് സോ മോട്ടോ ആയിട്ട് കേസ് എടുത്തില്ല? സീക്രസിയില് ഈ പ്രോബ്ലംസ് അവിടെ വെച്ച് തന്നെ മീഡിയേഷനോ ആർബിട്രേഷനിലോ തന്നെ അത് സോൾവ് ആയി പോകും. വിൻസിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി MP രാജേഷ്. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ പഴയ കേസ് പാളിപ്പോകാൻ കാരണം കഴിഞ്ഞ UDF ഭരണകാലത്തെ കൃത്യവിലോപമാണെന്നും മന്ത്രി പറഞ്ഞു.
പരാതി കിട്ടിയാൽ പരാതി അന്വേഷിക്കും. പക്ഷേ വെളിപ്പെടുത്തലുകളും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സാധ്യമായിട്ടുള്ള അന്വേഷണം നടത്തുകയും ചെയ്യും. കാരണം ഇത് സംബന്ധിച്ച് വരുന്ന ഒരു വെളിപ്പെടുത്തലും ഒരു ഇൻഫർമേഷനും ലഘുവായിട്ടല്ല എക്സൈസ് എടുക്കുന്നത്, വളരെ ഗൗരവത്തോടെയാണ്. ആ കേസിന്റെ കാര്യം നിയമസഭയിൽ വ്യക്തമാക്കിയതാണ്. അത് ഉണ്ടായത് UDF സർക്കാരിന്റെ കാലത്താണ്. കോടതി നിശിതമായിട്ട് പോലീസിനെ വിമർശിക്കുകയും ചെയ്തു. വെറുതെ വിട്ടത് പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചകളുടെ പേരിലാണ് എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അതിന് ഈ ഗവൺമെന്റ് ഉത്തരവാദിയല്ല. ഞാൻ നിയമസഭയിൽ തന്നെ അത് വ്യക്തമാക്കിയതുമാണ്. അപ്പൊ അതാണ് അക്കാര്യത്തിലുള്ളത്. ബാക്കി വരുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കും. നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും വ്യക്തി എന്നുള്ളതല്ലല്ലോ. വരുന്ന പരാതികൾ, ലഭിക്കുന്ന വിവരങ്ങൾ, അത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധന, അന്വേഷണമൊക്കെ നടക്കും. നിലവിലെ സിനിമകൾ തീർന്നാൽ നടനെ മാറ്റി നിർത്തണമെന്ന് വിൻസി അലോഷ്യസ് ന്യൂസ് 18നോട് പറഞ്ഞു. വിഷയത്തിൽ പോലീസിലോ എക്സൈസിലോ പരാതി നൽകാനില്ലെന്നാണ് വിൻസി അലോഷ്യസിന്റെ നിലപാട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി ഉണ്ടാകണമെന്നും വിൻസി പറഞ്ഞു. പരാതി നമ്മൾ കൊടുത്തു എൻ്റെ എല്ലാ സംഘടനകൾക്കും. എങ്കിൽ മാത്രമാണ് അവർക്കൊരു സ്ട്രോങ് നടപടി എടുക്കാൻ പറ്റുള്ളൂ. 2 കാര്യങ്ങളാണ് എൻ്റെ മൈൻഡിലുള്ളത്. ഒന്ന്, ഇയാളെ വെച്ചെടുക്കുന്ന കുറേ സിനിമകൾ ഇനിയും ഉണ്ടാവും. പകുതിക്ക് വെച്ച് നിൽക്കുന്ന സിനിമകളും റിലീസിന് ഒരുങ്ങിയിട്ടുള്ള സിനിമകളും ഉണ്ടാവും. ആ സിനിമയെ ബാധിക്കരുതല്ലോ. ഒരാൾ കാരണം ആ സിനിമയെ ബാധിക്കുന്നത് ന്യായമല്ല എന്ന് എനിക്ക് തോന്നി. എൻ്റെ ഒരു പരാതിയുടെ പുറത്ത് ആ സിനിമയെ എല്ലാം ബാധിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവരോട് ചെയ്യുന്ന ഒരു അനീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊന്ന്. രണ്ടാമത്, വ്യക്തി എത്ര ഇത് ഉപയോഗിക്കുമെന്ന് എത്ര ആളുകളിലോട്ട് അറിയാമെങ്കിൽ പോലും ഞാനായിട്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നീട് അദ്ദേഹത്തിനൊരു മാറ്റം വന്ന് തിരിച്ച് സിനിമയിൽ കയറേണ്ട സമയത്ത് ആളുകൾ ഇങ്ങനെ മുദ്ര കുത്തുമ്പോൾ എനിക്കുള്ളൊരു അങ്ങനത്തെ കുറച്ച്, അല്ലെങ്കിൽ ആ ഒരു തൊഴിൽ നിഷേധിക്കപ്പെടും എന്നുള്ള എൻ്റെ ഒരു കുറച്ച് പേഴ്സണൽ തോട്ട്സ് ഉണ്ട്, ഐഡിയോളജീസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും ഇദ്ദേഹത്തിന്റെ പേര് പറയണ്ട എന്നുള്ളൊരു. ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കടക്കം ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് ഉണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നില്ല. ഷീസ് ഓൾസോ എൻ ആർട്ടിസ്റ്റ്. അപ്പോൾ ആ ആർട്ടിസ്റ്റും ഈ പറഞ്ഞ പോലെ വളരെ വിഷമിച്ചിട്ടാണ് പോയത്. എന്നുവെച്ചാൽ ദിസ് വെർബൽ ഹറാസ്മെന്റ് ഉണ്ട്, സെക്ഷലി ഉള്ളൊരു അങ്ങനത്തെ ഒരു പ്രവണത ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് വെരി ബാഡ്. വിൻസിയുടെ ഭാഗത്തു നിന്നുള്ള ഇന്നത്തുള്ള ഒരു നീക്കം എന്തായിരിക്കും? നീക്കം എന്ന് പറയുന്നത്, സംഘടനകളെല്ലാവരും ഇടപെട്ടിട്ടുണ്ട്. ഐസിയിലൂടെ ഇതിന്റെ മോണിറ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ സംഘടനകൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ടീം, അഡ്ഹോക് കമ്മിറ്റി എല്ലാവരും ബന്ധപ്പെട്ടിരുന്നു. തീർച്ചയായും. മറ്റു വാർത്തകളിലേക്ക്. മുതലപ്പൊഴിയിലെ പൊഴി മുറിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് സർക്കാർ പിന്മാറി. മത്സ്യത്തൊഴിലാളികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണിത്. മണൽ നീക്കാൻ കൂടുതൽ ഡ്രഡ്ജറുകൾ സ്ഥലത്തെത്തിക്കാതെ പൊഴി മുറിക്കാൻ സമ്മതിക്കില്ലെന്നായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ നിലപാട്. 4 ദിവസത്തിനുള്ളിൽ ഡ്രഡ്ജറുകൾ എത്തിക്കാമെന്ന് തുറമുഖ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ പൊഴിമുറിക്കാൻ ഉദ്യോഗസ്ഥരെത്തുമെന്നറിഞ്ഞായിരുന്നു മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും സംഘടിച്ചത്. അഴിമുഖത്ത് വള്ളങ്ങൾ നിരത്തി പ്രതിരോധം. ഉദ്യോഗസ്ഥരെത്തുന്നത് കണ്ടപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ചങ്ങല തീർത്തു. വലിയ വള്ളങ്ങൾ പോകാൻ പാകത്തിൽ പൊഴിമുറിക്കാമെന്ന ഹാർബർ എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥരുടെ ഉറപ്പ്. ഡ്രഡ്ജറുകൾ എത്തിക്കാതെ ഒരു ചർച്ചയ്ക്കും ഒത്തുതീർപ്പിനുമില്ലെന്ന നിലപാട് കടുപ്പിച്ച് മത്സ്യത്തൊഴിലാളികൾ. നിവൃത്തിയില്ലാതെ പോലീസ് ഉദ്യോഗസ്ഥരും പിൻവാങ്ങി. വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. എന്നാൽ അവിടെ ഡ്രഡ്ജർ ഇല്ലെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഈ പോർട്ടിൽ വിഴിഞ്ഞാത്ത ഡ്രഡ്ജർ ഇല്ല, അവിടെ കിടക്കുന്നത് ബാർജ് മാത്രമാണ്. അത് ഇവര് ബാർജ് കണ്ടിട്ടായിരിക്കും ഡ്രഡ്ജർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അവരാരെങ്കിലും കൂടെ നമ്മളിവിടെ വരാമെങ്കിൽ നമുക്ക് അതാനി ഇപ്പൊ തന്നെ പോവാം. അതിനിപ്പോഴും ഡ്രഡ്ജർ ഉണ്ടെങ്കിൽ അവരുടെ കൊണ്ടുവരാതേ ഉള്ളൂ. പക്ഷെ അവിടെ ഡ്രഡ്ജർ ഇല്ല എന്നുള്ള ഞാൻ ബോധ്യപ്പെട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ ബാർജ് മാത്രമാണുള്ളത്. ഉദ്യോഗസ്ഥർ പിൻവാങ്ങിയതോടെ സമരം അവസാനിപ്പിച്ച് മത്സ്യത്തൊഴിലാളികളും മടങ്ങി. മണൽ നീക്കം വേഗത്തിലാക്കിയില്ലെങ്കിൽ ഇതിലും ശക്തമായ സമരമുണ്ടാകുമെന്ന മുന്നറിയിപ്പോടെ. ന്യൂസ് 18 തിരുവനന്തപുരം.
വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചേക്കും. കേന്ദ്ര സർക്കാരിന്റെ വാദം കൂടി കേട്ട ശേഷമാകും കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുക. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് സഞ്ജയ് കുമാർ, ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ 3-അംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മനു ഭാരത് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മനു, 2 മണിക്ക് വാദം തുടങ്ങുമല്ലോ. ഇപ്പോൾ നിലവിലെ വഖഫ് വസ്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്യുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സോളിസിറ്റർ ജനറലിന് ഇന്നലെ കൃത്യമായ ഒരു നിലപാട് അറിയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് ആ നിലപാട് നിർണായകമാകുമല്ലോ. ബെഞ്ച് അല്പസമയത്തിനകം തന്നെ ഈ കേസിന്റെ തുടർവാദം കേൾക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. മഞ്ജു സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഈ ഡീനോട്ടിഫൈ ചെയ്യുക എന്നത്, അതായത് കോടതി ഒരു തവണ വഖഫാണ് എന്ന് വ്യക്തമാക്കിയ സ്വത്തുവകകൾ ഡീനോട്ടിഫൈ ചെയ്യുക സാധ്യമല്ല എന്ന് കോടതി വ്യക്തമാക്കി. ഇന്ന് ഇറങ്ങുന്ന ഇടക്കാല ഉത്തരവിൽ അത് കുറെ കൂടെ വ്യക്തത ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ ഈ എക്സ് ഒഫീഷ്യോ മെമ്പർമാർ ഒഴികെയുള്ളവർ എല്ലാം മുസ്ലിങ്ങൾ ആയിരിക്കണമെന്ന ഒരു നിലപാട് കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതിൽ കൂടുതൽ കൃത്യത ഉണ്ടാകും എന്നാണ് കരുതേണ്ടത്. സ്വാഭാവികമായും മറ്റു പല വിഷയങ്ങളും കോടതിക്ക് മുന്നിലുണ്ട്. അതിലൊന്ന് സുപ്രധാനമായത് ഈ വഖഫ് ബൈ യൂസർ എന്ന ഒരു പ്രയോഗമാണ്. വഖഫ് ബൈ യൂസർ ആണ് 8 ലക്ഷം വഖഫുകളിൽ 4 ലക്ഷവും എന്ന് കഴിഞ്ഞ ദിവസം ഈ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ വന്നാൽ അതിൽ ഡൽഹി ഹൈക്കോടതി ഉൾപ്പെടെ ഈ വഖഫ് ഭൂമിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന തരത്തിലുള്ള വാദങ്ങൾ വരുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം കോടതി ചൂണ്ടിക്കാണിച്ചു. അതേസമയം ജുമാ മസ്ജിദ് പോലുള്ള സ്ഥലങ്ങൾ മുൻപേ തന്നെ ഉള്ളതാണ്. അതിന് ഒരുപക്ഷെ രേഖകൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതൊക്കെ പരിശോധിച്ചുകൊണ്ട് എങ്ങനെ വേണം എന്നതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനമുണ്ടാകുക. ഏതായാലും കോടതി നേരത്തെ പ്രഖ്യാപിച്ച ഒരു വിധിയെ മറികടക്കാൻ പാർലമെന്റിന്റെ ഭൂരിപക്ഷത്തിന് കഴിയില്ല. മറിച്ച് ഒരു നിയമനിർമ്മാണമാണ് ലെജിസ്ലേച്ചർ നടത്തേണ്ടതെന്ന് കൂടി കഴിഞ്ഞ ദിവസം കോടതി വ്യക്തമാക്കിയിരുന്നു. ഈ വിഷയങ്ങൾ എല്ലാം ഇന്ന് വീണ്ടും പരിഗണനയ്ക്ക് വരും എന്നാണ് വിചാരിക്കുന്നത്. ശരി, മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്. 2 മണിക്ക് വാദം തുടങ്ങും. മുഖ്യമന്ത്രിക്ക് പിന്നാലെ മലപ്പുറം പരാമർശത്തിലടക്കം വെള്ളാപ്പള്ളി നടേശന് പൂർണ്ണ പിന്തുണയുമായി മന്ത്രി സജി ചെറിയാൻ. വെള്ളാപ്പള്ളി ഇടതുവിരുദ്ധനല്ല, ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നയാളാണ്. തുഷാർ വെള്ളാപ്പള്ളി 100 കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ ഒരു 30 കാര്യങ്ങൾ ചിലപ്പോൾ എതിര് കാണും. പക്ഷേ ഭൂരിപക്ഷം അനുകൂലമാണ്. ഗവൺമെന്റിനെ ഒരുപാട് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ വിമർശനം അത് ഉന്നയിക്കാറുണ്ട്. CPM-നെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നാൽ വിമർശനം ഉന്നയിക്കാറുണ്ട്. അത് സമുദായത്തിന്റെ നേതാവെന്ന് അദ്ദേഹം മറ്റുണ്ടാകും. പക്ഷേ BDJS-ന് വേണ്ടി അദ്ദേഹം വാദിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല. BJP-ക്ക് വേണ്ടി അത്തരത്തിലൊരു വാദം ഉണ്ടാകുന്നത്. BJP ഈ അടുത്ത കാലത്തൊന്നും ഈ കേരളത്തിൽ ഇലക്ഷൻ ജയിക്കില്ല എന്ന് ഈ അടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു. വെറുതെ മത്സരിക്കുക എന്ന് അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അദ്ദേഹം പറയാറുണ്ട്. അപ്പം അദ്ദേഹം ഒരു ഇടതുപക്ഷ വിരുദ്ധനാണെന്നുള്ള ധാരണ എനിക്കില്ല. എന്നാൽ ഇടതുപക്ഷക്കാരനാണെന്ന് ചോദിച്ചാൽ അതൊരു സമുദായ നേതാവാണ്. ഇടതുപക്ഷക്കാരനാണെന്ന് പറയാനും പറ്റില്ല. സമുദായത്തിൻ്റെ പാട്ട് തോന്നി. അങ്ങനെയുള്ള ഒരു വ്യക്തി ഞങ്ങളെ ആക്രമിച്ച് തകർക്കാൻ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടത്തി ഹീനമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടാത്തിടത്തോളം കാലം ഞങ്ങളെന്തിനാണ് ആ മനുഷ്യനെ മോശപ്പെടുത്താനും ഇല്ലായ്മ ചെയ്യാനും ശ്രമിക്കേണ്ടത്? ഞങ്ങളെന്തിനാണ് ശ്രമിക്കുന്നത്? ഞങ്ങൾക്ക് ദോഷമായിട്ട് അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ലല്ലോ. രാഷ്ട്രീയമായി ഞങ്ങൾക്ക് ദോഷമായിട്ടൊന്നും ചെയ്യാത്തിടത്തോളം കാലം ഞങ്ങൾ അദ്ദേഹത്തെ വ്യക്തിപരമായി അല്ലെങ്കിൽ സമുദായപരമായി കൈകാര്യം ചെയ്യാൻ CPM-ന് കൊണ്ടൊരു കാര്യമില്ല. അപ്പം ഞങ്ങളുടെ നിലപാടെന്താ? അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പിന്തുണയ്ക്കുക. ചീഫ് സെക്രട്ടറിയുടെ ഹിയറിംഗിൽ നടന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് N. പ്രശാന്ത് IAS. ഓരോ ഫയലും ഓരോ ജീവനെടുക്കാനുള്ള അവസരമായി കാണരുതെന്ന് പ്രശാന്ത്. 6 മാസത്തിൽ തീർപ്പാക്കണമെന്ന നിയമമുണ്ടായിരിക്കെ 3 വർഷമായിട്ടും ഫയൽ പൂഴ്ത്തിവെച്ച് നിയമവിരുദ്ധമായി തടഞ്ഞുവെച്ച പ്രൊമോഷൻ ഉടനടി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതുവരെ സർക്കാരിനെതിരെ ഒരു കേസും കൊടുത്തിട്ടില്ലെന്നും അതിന് സാഹചര്യം ഉണ്ടാക്കരുതെന്നും പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ വിരുന്നിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽ കഴുകൽ ശുശ്രൂഷകളും നടന്നു. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് വിവിധ ദേവാലയങ്ങളിലായിട്ട് ചടങ്ങുകൾ നടന്നു. ക്രിസ്തുദേവൻ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി അവർക്കൊപ്പം അന്ത്യാത്താഴം കഴിച്ചു എന്നതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ക്രൈസ്തവർക്ക് പെസഹ ആചരണമെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ എളിമയുടെ സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാം പ്രതീകമായിട്ടാണ് ഈ ദിവസത്തെ അടയാളപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ
വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ഒരു ദിവസം കൂടിയാണ് ഈ ദിവസത്തിൻ്റെ ഓർമ്മാചരണത്തിൽ പ്രത്യേകത. ക്രിസ്തുദേവൻ തൻ്റെ ശരീരവും രക്തവും കുർബാനയർപ്പണത്തിനായി മാറ്റിവെക്കുന്നു എന്നതിൻ്റെ പ്രതീകാത്മകമായ ഓർമ്മ പുതുക്കൽ കൂടി ഈ ദിവസങ്ങളിൽ നടക്കുന്നു. ഇതനുസരിച്ചുകൊണ്ട് തന്നെ വീടുകളിലും പെസഹ ആചരണങ്ങൾ നടക്കുന്നുണ്ട്. ദുഃഖവെള്ളിയിലേക്കും അതോടൊപ്പം തന്നെ ഉയർപ്പ് ഞായറിലേക്കും എല്ലാം പോകുന്നതിന് മുൻപായി ആചരിക്കപ്പെടുന്ന വലിയ ദിവസങ്ങളിലൊന്നുകൂടിയാണ് പെസഹ. അവിടെ എറണാകുളത്ത് കാക്കനാട് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കൂടിയായ മാർ റാഫേൽ തട്ടിലാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. 12 ശിഷ്യന്മാരുടെ കാൽ കഴുകയിൽ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പെസഹ ദിന പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഒരുമയോടെ മുന്നോട്ട് പോകുക, ആ ഒരു സന്മനസ്സോടുകൂടി എല്ലാവർക്കും സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വരാനിരിക്കെ നിലമ്പൂരിലെ ബൈപ്പാസ് വിഷയത്തിൽ ഇടപെടലുമായി സർക്കാർ. ബൈപ്പാസിനായി 227 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. എന്നാൽ സർക്കാർ നടപടി കണ്ണിൽ പൊടിയിടാനെന്നാണ് ബൈപ്പാസ് ആക്ഷൻ കമ്മിറ്റിയുടെ ആരോപണം. ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ നിലമ്പൂരിൽ അത്രയും കാലം ചർച്ച ചെയ്തിരുന്ന പല വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിലമ്പൂരിലെ ബൈപ്പാസിൻ്റെ തന്നെയാണ്. സർക്കാർ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ആശ്വാസം എന്ന തരത്തിൽ 277 കോടി രൂപ പ്രഖ്യാപിക്കുന്നു എന്ന ഒരു പ്രസ്താവന നടത്തുകയാണ്. എങ്ങനെ കാണുന്നു ഇതിനെ? ഈ പ്രസ്താവനയിൽ ഞങ്ങൾ അവിശ്വസിക്കുകയാണ്. ഞങ്ങൾക്ക് 227 അല്ല, ഇനി ഇതിൽ കൂടുതൽ സംഖ്യ അവരനുവദിച്ചാലും ഈ സംഖ്യ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. കാണേണ്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങൾ ചെന്ന് കണ്ട് കാലുവരെ പിടിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിനെയും പോയി കണ്ടിട്ടുണ്ട്. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു വിജയം കിട്ടിയിട്ടില്ല. ഈ എമൗണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിൽ കയറിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ടാവുള്ളൂ. ഇവർ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം 150, 200 എന്ന് പറയും. അത് കഴിഞ്ഞാൽ പറയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, ഇനി പെരുമാറ്റച്ചട്ടായി, അതുകൊണ്ട് ഇനി നമുക്ക് ഇത് കഴിയട്ടെ എന്ന് പറയുന്ന സ്വഭാവം. അത് ബൈപ്പാസ് ഭൂമി ഏറ്റെടുക്കുന്നതിന് ഇത്ര കോടി എന്നുള്ള സംഖ്യ ഉണ്ടാവും. അത് അവരിട്ടത് എത്ര എന്ന് പറയട്ടെ, റോഡിന് ഇത്ര എന്ന് പറയട്ടെ. അങ്ങനെ തീരുമാനിക്കാൻ നമുക്കിത് ഏതാ സത്യം എന്നുള്ളത്. നമുക്ക് വിശ്വാസം വരണമെങ്കിൽ നമ്മളെ അക്കൗണ്ടിലേക്ക് ഇത് ഇത്ര ഉറപ്പ്, ഈ വകുപ്പിൽ ഇത്ര കോടി ഉറപ്പിട്ടുണ്ട് എന്ന് ഇവർ പറയുന്നത് വേണം. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തും. ഇതുകൊണ്ടായിട്ടില്ല. ഇനി അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളെ വരുന്നത്. ഒരു 7-8 വാർഡോളം ഈ റോഡ് ഇതിൽ പോണ സ്ഥലങ്ങളുണ്ട്. എല്ലാത്തിലും ഞങ്ങളെ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനം തന്നെയാണ്. ഞങ്ങൾ പൈസ കയറുന്നത് വരെ ഞങ്ങൾ ഇതിന് സ്ഥാനാർത്ഥിയെ നിർത്തി ഞങ്ങൾ മത്സരിക്കുകയും ചെയ്യും. ഇലക്ഷന് സ്ഥാനാർത്ഥി ഉണ്ടാവും? തീർച്ചയായിട്ടും ഉണ്ടാവും. ബൈപ്പാസിന്റെ സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ നിർത്തും. ഒരു മുന്നണിക്ക് ഇവിടുത്തെ വോട്ട് പോകില്ല. ഞാൻ വോട്ട് ബഹിഷ്കരിക്കണില്ല. ബഹിഷ്കരിച്ചിട്ട് കാര്യമല്ലല്ലോ. ഒരു സ്ഥാനാർത്ഥിനെ നിർത്തി വോട്ട് ചെയ്യാൻ തന്നെ തീരുമാനം. ഞങ്ങൾ വോട്ട് പറഞ്ഞാൽ ഞങ്ങൾ കുറേ വോട്ട് ഉണ്ടാവും. PWDന്റെ അക്കൗണ്ടിലോ റവന്യൂവിന്റെ അക്കൗണ്ടിലോ കയറി എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാം. രാഷ്ട്രീയക്കാരൊക്കെ വിളിച്ചില്ലേ അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു? ആരും വിളിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളെടുത്ത് വന്നിട്ടില്ല ആരും. ഈ പറയുന്ന വാക്കുകൾ അത് ജനങ്ങളിലേക്ക് എത്തുന്ന തരത്തിലൊരു നടപടി ഉണ്ടാകട്ടെ, എന്നിട്ട് അവരെ വിശ്വസിക്കാം. അല്ലെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അവരുടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാനുണ്ടാകും. അത് മണ്ഡലത്തിലെ ജയവും തോൽവിയും നിശ്ചയിക്കുന്നതിൽ നിർണായകമാകുമെന്ന ആത്മവിശ്വാസവും ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. അഖിലോട്ട് പറയൊപ്പം CV അനുമോദ്, ന്യൂസ് 18. സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള പുതിയൊരു വാർത്തയാണ്. സിനിമാ സെറ്റിൽ ശ്രീനാഥ് ഭാസി എന്ന നടൻ നിരന്തരം ലഹരി ആവശ്യപ്പെട്ടുവെന്ന വെളിപ്പെടുത്തലുമായി നിർമ്മാതാവ് ഹസീബ് മലബാർ. നമുക്ക് കോടതിയിൽ കാണാം സിനിമയുടെ ലൊക്കേഷനിലാണ് ഈ സംഭവം നടന്നത്. പുലർച്ചെ ഫോണിൽ വിളിച്ച് കഞ്ചാവ് വേണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും ഹസീബ് പറയുന്നു. ഹസീബ് മലബാർ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഹസീബ്, എന്താണ് ശ്രീനാഥ് ഭാസി സെറ്റിൽ ആവശ്യപ്പെട്ടത്? എന്നായിരുന്നു ഈ സംഭവം നടന്നത്? എനിക്കിപ്പോ കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഞാൻ യാദൃശ്ചികമായിട്ട് ഇപ്പം ഞാൻ പോസ്റ്റ് ഇട്ടെന്നാണ്. ഡേറ്റ് എനിക്ക് എന്റെ ഇതെല്ലാം നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഇത് ചോദിച്ചത് ലൊക്കേഷൻ രാത്രി ഒരു 2:45 ആയപ്പോൾ ഞാൻ ഏൽപ്പിച്ച ഒരു പയ്യന്റെ അടുത്തേക്കാണ് പുള്ളിയുടെ വിളിച്ച് ഇന്നലെ സാധനം ആവശ്യപ്പെട്ടു. അവന് അപ്പൊ തന്നെ ഒരു 3 മണിയായപ്പോ 2:50 ആയപ്പോ എന്നെ വിളിച്ചു. ഇങ്ങനെ പോലെ ബാസി ഈ സാധനം എന്ത് വേണമെന്നാ പറയണത്, ഇച്ചിരി പ്രശ്നത്തിലാട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് എന്ത് വർത്താനേ പറഞ്ഞു, നമുക്ക് ഇതിന്റെ പരിപാടിയായിട്ട് ഇതിന്റെ പറയാൻ എനിക്കാണ് നേരമില്ല, നീ ഒരു പണി ചെയ്യേ, അവനെ ചൊടിപ്പിക്കണ്ട, ചൊടിപ്പിച്ചാൽ പിറ്റേ ദിവസം ലൊക്കേഷനിൽ വരില്ല, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഒരു 40 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തിരിച്ച് വിളിച്ച് ഞാൻ കുറെ നോക്കി കിട്ടിയില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് അന്ന് അവസാനിപ്പിച്ച് പിറ്റേ ദിവസം ലൊക്കേഷൻ വന്നിട്ടുമില്ല ലൊക്കേഷനിലേക്ക്. പിന്നെ ലൊക്കേഷനിലേ വന്നില്ലേ? അതോ പിന്നെ പിറ്റേ ദിവസം ഷൂട്ട് മുടങ്ങിപ്പോയി, വന്നിട്ടില്ല.
അല്ല, അത് കഴിഞ്ഞ് വരും ദിവസങ്ങളിലോ അതിനുശേഷമുള്ള ദിവസങ്ങളിലൊക്കെ 35-36 ദിവസം ഡേറ്റ് ഇട്ട ഷെഡ്യൂൾ ഇട്ട സിനിമ ഏകദേശം 110 ദിവസം കൊണ്ടൊക്കെയാണ് തീർന്നത്. എന്ന് വെച്ചാൽ 110 ദിവസം ഷൂട്ട് നടന്നു എന്നല്ല, ഒരു ദിവസവും വരില്ല. അപ്പോൾ ഈ ശ്രീനാഥ് ഭാസിയുടെ ഈ കുഴപ്പം കൊണ്ട് സിനിമ ഷൂട്ട് മുടങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് അല്ലേ? ഒരു സാഹചര്യം ഒന്നല്ല. അതിന്റെ ഇടയ്ക്ക് ഒരു 5 ദിവസം ഗ്യാപ്പ് ചോദിച്ച്, അതായത് ജൂൺ 23 23-ാം തീയതി പറഞ്ഞു UK പോകണം, 25-ാം തീയതി പോവും, 30-ാം തീയതി തിരിച്ചു വരും, 1-ാം തീയതി ജോയിൻ ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. 5 ദിവസത്തെ ഗ്യാപ്പാണ് ചോദിച്ചത്. 58 ദിവസം കഴിഞ്ഞാണ് പുള്ളി തിരിച്ചു വന്നത്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് കോളിൽ കണക്ട് ചെയ്യും, ചോദിക്കും എപ്പോഴാ വരുന്നത്, ഓരോ ഡേറ്റ് പറയും. ആ ഡേറ്റിൽ നമ്മളിപ്പം വരുന്നിട്ട് തുടങ്ങുന്നതിന് മുന്നേ ഒരു പാടാണല്ലോ എന്ന് ഓർത്ത് 2 ദിവസം മുന്നേ ഞങ്ങൾ തുടങ്ങും. ആ ഡേറ്റ് ആകുമ്പോഴും വരില്ല, പിന്നെയും വിളിച്ചു ചോദിക്കും നാളെ വരും മറ്റന്നാൾ വരും വരില്ല. അങ്ങനെ ഒരു 3-4 ദിവസം തള്ളി നീക്കിക്കൊണ്ട് പോകും, നിർത്തും. ഇങ്ങനെ ഒരു 4-5 തവണ അങ്ങനെ ഷെഡ്യൂൾ ആക്കിയിട്ടുണ്ട്. പിന്നെ വന്നത് 58 ദിവസം കഴിഞ്ഞാണ്. ഇതിന്റെ ഇടയ്ക്കാണ് ആലപ്പുഴയിൽ ഒരു ടർഫിന്റെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഡേറ്റ് അവിടെയും 2 പ്രാവശ്യം മാറ്റിയോണ്ട് അവിടെ അവർ വലിയ വിഷയം കേസിന് പോകുമെന്ന് പറഞ്ഞ് ഇവൻ എന്നെ വിളിച്ചു. ആ ക്യാഷ് ഞാനാണ് ആലപ്പുഴയ്ക്ക് 5 ലക്ഷം രൂപ അവർക്ക് സെറ്റിൽ ചെയ്ത് കൊടുത്തത്. എന്റെ അക്കൗണ്ടിൽ നിന്നാണ് അയച്ചു കൊടുത്തത്. അപ്പൊ ഞാൻ അയച്ചു കൊടുത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ അതൊരു UK പോയി ഒരു 10-20 ദിവസം കഴിഞ്ഞാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെയെങ്കിലും പെട്ടെന്ന് വരട്ടെന്ന് ഓർത്തു. പക്ഷെ എന്നിട്ടും അവനൊരു 10-35 ദിവസം കഴിഞ്ഞാ വന്നത്. ഒരുപാട് സാമ്പത്തിക നഷ്ടവും അത് ഇവനായിട്ട് ആ സിനിമയ്ക്ക് ഉണ്ടാക്കി വെച്ചു. ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. റിലീസ് ചെയ്യാൻ ഒരുപാട് ഡേറ്റ് മാറ്റി, കാരണം ഡബ്ബ കാര്യങ്ങളെല്ലാം തീർക്കാൻ പാടുപെട്ടു. ഇനിയിപ്പോൾ അടുത്ത മാസം ഒന്ന് റിലീസ് ചെയ്യണമെന്നുണ്ട്. എങ്ങനെയാവും എനിക്കറിയില്ല. ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണോ സെറ്റിൽ വന്നിരുന്നത്? അവിടെ മിക്കവാറും അവൻ ക്യാരവണിലുണ്ട് ഈ പരിപാടിയായിട്ടായിരിക്കും. കാരണം സമയത്ത് ഇറങ്ങി വരുന്നില്ല. അവന്റെ മൂഡ് നോക്കി അവന്റെ സമയം നോക്കി അവൻ ഇറങ്ങി വരുവുള്ളൂ അഭിനയിക്കാനായിട്ട്. സീനിയർ താരങ്ങൾ കുറച്ച് പേരുണ്ട്, അവരൊക്കെ ഇവന്റെ സമയം നോക്കി വായും വിളിച്ചിരിക്കണം. എല്ലാ ദിവസവും ഏകദേശം ഒരു 12-1 മണിക്കാണ്, ഒരു 8 മണിക്ക് ആ സമയത്തൊക്കെ തീർന്ന സാധനം അടുത്ത പാറ്റയും കൂടി പകുതി കൊടുത്തൊക്കെയാണ് സിനിമ തീർത്തേക്കണം. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ഇവന്റെ സമയം നോക്കി നമ്മൾ ഇരിക്കണം. ഹസീബ്, ഇത് സെറ്റിൽ എങ്ങനെയാണ് ഇത് കിട്ടുന്നത് എന്ന് അന്വേഷിച്ചില്ലേ താങ്കൾ? സെറ്റിലേക്ക് അങ്ങനെ പുറമേ നിന്ന് ആരും വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ 10-30 തന്നെ 10-90 പേരുണ്ടല്ലോ. അപ്പൊ ഇത് പിന്നെ കാണാനും ആൾക്കാരുണ്ട്. പിന്നെ ആരാ ഇവന്റെ അടുത്ത് വരുന്നതെന്ന് നമുക്ക് നോക്കാം. എന്റെ ക്യാരവണിൽ നമുക്ക് അലൗഡ് അല്ല. അപ്പോൾ കാരവനിൽ ഇരുന്ന് ഇത് ഉപയോഗിക്കാറുണ്ട്, ലഹരി ഉപയോഗിക്കാറുണ്ട്? തീർച്ചയായിട്ടും. ഇപ്പൊ പറയണ എന്താ കുഴപ്പം? ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണോ? സെറ്റിൽ പലർക്കും അറിയാവുന്ന കാര്യമാണോ? എല്ലാ ലൊക്കേഷനിലും എല്ലാ പ്രൊഡ്യൂസർമാർക്കും ഡയറക്ടർമാർക്കും അറിയാം. പക്ഷെ ഈ പരിപാടി എന്താ വെച്ചാൽ ഇത് എങ്ങനെയും തുടങ്ങിപ്പോയി തീർക്കണം. ഇത്രയും രൂപ മുടക്കി ഓരോരുത്തർ നിൽക്കുന്നില്ല. അതുകൊണ്ട് ആരും ഒന്നും പറയുന്നില്ല. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇഷ്ടം പോലെ ആൾക്കാർ പിന്നെ പറയാം, അടുത്ത ഡേറ്റും ചോദിച്ചോണ്ട്. പിന്നെ ആരെന്ത് പറയാൻ? എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഒരു ദിവസമേ ഇങ്ങനെ ഈ കഞ്ചാവ് കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞുള്ളൂ? രാത്രി 3 മണിക്ക് വിളിച്ചിട്ട് ഒരു ദിവസം നമ്മളോട് ഒരു ദിവസം പറഞ്ഞിട്ടുള്ളൂ. അത് അല്ല, ഈ സെറ്റിലെ മറ്റ് അസിസ്റ്റൻസിനോടൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിരുന്നോ താങ്കളോട് വേറെ ദിവസങ്ങളിലൊക്കെ? ഇല്ലല്ല, അസിസ്റ്റൻസിനോടൊന്നും ചോദിച്ചായിട്ട് പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിലും പറയൂല. എങ്ങനെ നമ്മളോട് പറയണം? എന്നോട് പറഞ്ഞിട്ടില്ല. ഈ ഒരു ദിവസത്തെ സംഭവം എനിക്കറിയാം. പിന്നെ ഈ കേരളത്തിലുള്ള സംഭവങ്ങൾ അറിയാം, എല്ലാവരും പറഞ്ഞു കേട്ടുള്ള ഇതുണ്ട്. പക്ഷെ ഞാൻ നേരിട്ട് കയറിയൊന്നും ചെക്ക് ചെയ്യാൻ പോയിട്ടൊന്നുമില്ല. ആരോടും പരാതിയും പറഞ്ഞിട്ടില്ല അല്ലെ? സംഘടനകളിലും പരാതിപ്പെട്ടിട്ടില്ലല്ലോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ ഷൂട്ട് മുടങ്ങിയ ഈ പൈസ മുഴുവൻ പോലും ഇത് എങ്ങനെയും ഒന്ന് തീർത്ത് കൊണ്ടുവരണ്ടേ? എന്റെ ഡബ്ബം തീർത്ത് ഇതൊന്നും പെട്ടിന്ന് ചാടിക്കണ്ടേ? ഇത്രയും രൂപ മുടക്കണല്ലേ? നമ്മൾ ആരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നിട്ട് തീർന്നു? പടം തീർന്നോ? തീർന്നു. ഇനിയിപ്പോ അടുത്ത മാസം റിലീസിന് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞാനിത് ഇതൊന്നും ഇഷ്ട എന്നാന്ന് വെച്ചാൽ ഇന്നത്തെ കുറച്ച് പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് ചുമ്മാ ഞാൻ ഒന്ന് പോസ്റ്റ് ചെയ്തതാണ്. പിന്നെ ഞാനിപ്പം ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഫേസ്ബുക്ക് കമന്റ് ഇട്ടാൽ എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ അടിയിൽ വന്നേച്ച് ആൾക്കാർ കമന്റുകൾ അല്ലെങ്കിൽ ആളുകൾ പറയുന്നത് എന്തായിരിക്കും? ഇവന്റെ പടം ആരും കാണണ്ട, എന്തിനാ ഇവനെ പൊക്കി കൊണ്ടുപോകും? അങ്ങനെ വന്നു കഴിയുമ്പം ഒരു പ്രൊഡ്യൂസർ എന്നുള്ളത് എനിക്ക് തന്നെയല്ലേ നഷ്ടം. പിന്നെ ഞാൻ എന്തിനാ ഇവനെ പൊക്കി പിടിച്ചോണ്ട് കിടക്കുന്നത്? ഞാൻ ആലോചിച്ചിട്ട് ഇട്ടതാണ്. ഇങ്ങനത്തെ ഇനി ഒരു പ്രൊഡ്യൂസർ ഇവന്റെ ചതിക്കുഴി പോയി വീടരുത്. അത്ര ഉപദ്രവം ചെയ്യുന്നു. ഈ ഡബിങ്ങുമായിട്ട് സഹകരിച്ചോ എന്നിട്ട് ഒടുവിൽ? അതിലും ദുരിതമാകും. ഒരുപാട് പാടുപെട്ടാണ് ഡബ് ചെയ്ത്. എന്ത് പറ്റി? വരില്ല. ഡബിങ്ങിന് വരുമ്പോഴും കുഴപ്പമാണോ? ഇങ്ങനെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാവോ? എന്റെ മുന്നിൽ അങ്ങനെ ഡബിങ്ങിന്റെ സമയത്ത് ഞാൻ പോയിട്ടില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ റിപ്പോർട്ട് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ
നമ്മുടെ കൺട്രോൾ വിട്ടിയെങ്കിൽ എന്തെങ്കിലും ചെയ്തു പോയി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോയിട്ട് പോലുമില്ല. എങ്ങനെയും തീർക്കുക, അല്ലാതെ ഒന്ന് പെട്ടുപോയി തീർത്തതാ ഇതേ ഉള്ളൂ. ശ്രീനാഥിന്റെ മുന്നിൽ പോകാൻ പോലും താങ്കൾക്ക് ഇഷ്ടമല്ലായിരുന്നു അല്ലേ? അത്രയ്ക്ക് ഞാൻ എന്തെങ്കിലും ചെയ്താൽ അവൻ താഴെ പോകും. കാരണം ഞാനൊരു മനുഷ്യനാണ്, എനിക്കും BP-യും പ്രഷറും എല്ലാം ഉണ്ട്. എന്ത് ചെയ്യും? നമ്മൾ എന്തെങ്കിലും വാ തുറന്ന് പറഞ്ഞു പോയാൽ പിന്നെ അവൻ ആ വഴിക്ക് വരൂ. മിണ്ടിയിട്ടില്ല. ഞാൻ പിന്നെ ആ ഏരിയയിലേക്ക് പോയിട്ടില്ല. ഇതെങ്ങനെയെങ്കിലും തീർത്തതാ, പെട്ടുപോയി, ഇതൊന്ന് റിലീസ് ചെയ്യണം. ഒരുപാട് പ്രതീക്ഷയോടെ ചെയ്തതാണ്. പക്ഷെ ഇതൊന്ന് തീർക്കാൻ എനിക്കത് പറയാൻ വാക്കുകളില്ല. എനിക്ക് അത്ര സങ്കടം വരുന്നത്. ശരി, നിർമ്മാതാവ് ഹസീബ് മലബാറാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ശ്രീനാഥ് ഭാസിയെ കൊണ്ടുണ്ടായ കുഴപ്പങ്ങൾ സെറ്റിൽ കഞ്ചാവ് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. പുലർച്ചെ 3 മണിക്കാണ് ആവശ്യപ്പെട്ടത്. അതിനുശേഷം ഇത് കിട്ടാതെ വന്നതിന് ശേഷം പിന്നീട് 58 ദിവസം ഷൂട്ടിംഗ് സെറ്റിലേക്ക് വന്നില്ല എന്നും ഹസീബ് മലബാർ പറയുകയാണ്. ഇപ്പോൾ സിനിമാ രംഗത്തെ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നതിനിടെയാണ് ഹസീബ് മലബാർ ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,920, പവന് 71,360. 18 ക്യാരറ്റ് ഗ്രാമിന് 7,390, പവന് 59,120. വെള്ളി ഗ്രാമിന് 108, കിലോയ്ക്ക് 1,08,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം.